ഞാൻ സ്നേഹ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സന്തോഷ് വർക്കിയാണ്. സന്തോഷ് ഏട്ടാ, സ്വാഗതം. സന്തോഷ് ഏട്ടാ, സ്വാഗതം. എനിക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന് രണ്ടാക്കണ്ട, ഇഷ്ടം പോലെ ചോദിക്കാൻ ഞാൻ ഇരുന്നേരാം. അപ്പൊ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് തന്നെ കടക്കാം. തുടക്കത്തിൽ തന്നെ പറയുകയാണ്, ഇത് വിളിച്ചു വരുത്തി ഒരു അപമാനമോ കാര്യങ്ങളോ ഒന്നും അല്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ഒരു പോസ്റ്റിൽ നിന്ന് തുടങ്ങാം. അത് സന്തോഷ് ചേട്ടന്റെ FB-ൽ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു ദിവസം മുമ്പ് വന്നൊരു പോസ്റ്റാണ്. I seriously feel crushed towards media Django Space anchor girl who interviewed Alan Jos Pereira recently. ആ ഷോ ചെയ്തത് ഞാനാണ്. എന്നെ പറ്റി തന്നെയാണല്ലോ ഇത് പറയുന്നത്. ഓക്കെ, she is intelligent as well as beautiful. I tried to get her phone number but didn't get. If that girl is interested in me, that girl can contact me. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. ഒരു കയ്യബദ്ധം, നാറ്റുകരുത്. ഇത് ചേട്ടന്റെ പോസ്റ്റ് ആണല്ലോ. ഇത് എന്നെ പറ്റി തന്നെയല്ലേ ഇത്? ഓക്കെ, അതൊന്ന് കൺഫേം ചെയ്യണമെന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പൊ I seriously feel crush എന്ന് പറയുന്നു. ചേട്ടൻ എന്താണ് ഈ ക്രഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇപ്പൊ ചേട്ടൻ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുവാണെങ്കിൽ ആ പെൺകുട്ടിയാണ് ആദ്യം അറിയേണ്ടത്. പക്ഷെ അതിനു മുമ്പ് അതൊരു ഞാൻ പറഞ്ഞോട്ടെ, പബ്ലിക്കലി റിവീൽ ചെയ്യാന്ന് പറയുമ്പോൾ അത് ഒട്ടും ശരിയല്ല. എനിക്കും ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ തയ്യാറുമാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാ ഇവിടെ ഭയങ്കര പൊന്നീറ്റർ ശല്യം. ഞാൻ പോട്ടെ. ഇത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് സ്വയം പറയുന്ന ഒരാളെ എന്തുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ നോക്കിയില്ല? അല്ലെങ്കിൽ ആ ഇന്റർവ്യൂവിന് തുടക്കം തന്നെ ഞാൻ പറയുന്നുണ്ട്, ഹായ്, വെൽക്കം ടു മൈ ഷോ, ഐ ആം സ്നേഹ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. ആ സന്തോഷ് വർക്കി പ്രപ്പോസ് ചെയ്ത പെൺകുട്ടിയാണ് ആ പോകുന്നതെന്ന് ഇനി എന്നെ കാണുമ്പോൾ ആളുകൾ സംസാരിക്കും. അപ്പൊ എന്റെ ഐഡന്റിറ്റിയിൽ അങ്ങനെ ഒരു വ്യത്യാസം വരുത്തിയത് ശരിയാണെന്നാണ് ചേട്ടന്റെ അഭിപ്രായം? എന്ത് പറ്റി? ധൈര്യം ചോർന്നു പോയോ? എന്നെ കൂടുതൽ കരയിപ്പിക്കരുത്. ഇല്ല, സീരിയസ് ആയിട്ടുണ്ടായിരുന്നു നിത്യവിനോട് മാത്രമേ. സീരിയസ് ആയിട്ടുള്ള പ്രണയം നിത്യാമേനോട് മാത്രമായിരുന്നു. മറ്റേതെല്ലാം മീഡിയ ഉണ്ടാക്കുകയും പല ഇതിൽ വന്നാണ്. അപ്പൊ ഇപ്പൊ എന്നോട് തോന്നുന്നത് സീരിയസ് ആണെന്ന് കുറച്ച് മുമ്പ് ചേട്ടൻ പറഞ്ഞിരുന്നു. സീരിയസ് ആണ്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.